വിശുദ്ധന്റെ വചനത്തോടുള്ള സ്നേഹം നാം തിരിച്ചറിയുക 1222 നമുക്കറിയാം. അപ്രതീക്ഷിതമായിട്ട് പ്രസംഗിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ തിരുപ്പട്ട കർമ്മത്തിൽ വിശുദ്ധൻ നൽകിയ പൊടുന്നനെയുള്ള സന്ദേശം എല്ലാവരെയും ഹഠാത് ആകർഷിച്ചു എന്നുള്ളത്. താൻ പഠിച്ച, താൻ ധ്യാനിച്ച, താൻ വായിച്ചു കൊണ്ടിരുന്ന ഇത്രയധികം വർഷമുള്ള ഈ തൻ്റെ വചനം പ്രയോഗത്തിൽ വരുത്തുവാനായിട്ട് കിട്ടിയ നിമിഷത്തിൽ ദൈവത്തിൽ ശരണം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന അവസ്ഥയിൽ വചനം പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തെ കൊടുത്തുകൊണ്ട് വിശുദ്ധൻ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുക ചെയ്തു. അതിനുശേഷം നമ്മൾ വിശുദ്ധനെ കണ്ടെത്തുന്നത് 1228 അദ്ദേഹത്തിന്റെ ജനറാള് റോമിലേക്ക് സഭയുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് വിളിപ്പിക്കുക. ഒപ്പം പറയുന്നുണ്ട്, മാർപ്പാപ്പ തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സഭയുടെ കടമകളും കാര്യങ്ങളും എല്ലാം നിർവഹിച്ചതിന് ശേഷം പാപ്പായുടെ ഓഡിയൻസിനായിട്ട് പോവുക. പാപ്പ ആവശ്യപ്പെട്ടു, എൻ്റെ മുമ്പിലും കർദിനാൾമാരുടെ മുമ്പിലും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിലും നീ വചനം പങ്കുവയ്ക്കണം. ഫ്രാൻസിസ് മനോഹരമായിട്ട് വചനം പ്രസംഗിച്ചു. വചനം പ്രസംഗിച്ചതിന് ശേഷം 9-ാം ഗ്രിഗറി മാർപ്പാപ്പ പറഞ്ഞത്, നീ വചനത്തിന്റെ കൂടാരമാണ്. യു ആർ ദി ടെസ്റ്റമെന്റ് ഓഫ് സ്ക്രിപ്ചർ. വചനത്തിന്റെ കൂടാരാണ്. നിന്റെ ഹൃദയം മുഴുവനും വചനം. വചനം കൊണ്ടാണ് നീ ജ്വലിക്കുകയും ജ്വലിപ്പിക്കുകയും മറ്റുള്ളവരെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയും, തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാ ഈ 19-കാരനായ ചെറുപ്പക്കാരൻ അഗസ്റ്റീനിയൻ സഭയിൽ ചേരുമ്പോൾ. അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് വീണ്ടും ഫ്രാൻസിസ്കൻ സഭയിലേക്ക് വരുമ്പോൾ അപ്പോഴും വ്യക്തമായ ചട്ടക്കൂട് തന്റെ ജീവിതത്തിന് കരുതി വെച്ചിട്ടാണ് അദ്ദേഹം വരിക. മിഷൻ പ്രവർത്തനം നടത്തണം, സുവിശേഷം പ്രസംഗിക്കണം, മാനസാന്തരപ്പെടുത്തി യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് ജനത്തെ കൊണ്ടുവരണമെന്ന വലിയ ലക്ഷ്യം വെച്ചിട്ടാണ് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് കടന്നു വരിക. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം തകരുന്നതാണ് നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. നമ്മുടെ ജീവിതത്തിനൊക്കെ വ്യക്തമായ ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. ഇതൊക്കെയായിട്ട് നമ്മൾ ഓരോ ദിവസവും ജീവിക്കാം.